നമ്മൾ ഏത് കണക്കെടുത്ത് നോക്കിയാലും സംസ്ഥാനം ഇന്ന് ഒരു ധനകാര്യ തകർച്ചയിലാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളം ഇതുവരെ കാണാത്ത ധനകാര്യ തകർച്ചയിലാണെന്നുള്ളതാണ്. ഇപ്പോൾ ശമ്പളവും പെൻഷനും അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒന്നിനും പണമില്ലാത്ത സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണ്. ഇവിടെയുള്ള ഒരു ചർച്ചയിൽ ഇതിൽ കേന്ദ്രമാണോ ഉത്തരവാദി, അത് സംസ്ഥാനമാണോ ഉത്തരവാദി, അത് ഇപ്പോഴത്തെ സർക്കാരാണോ ഉത്തരവാദി, മുൻ സർക്കാരാണോ ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി വന്നു? അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചെലവാണ്. അതായത് ഈ ചെലവിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവിനം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം. ഇപ്പോൾ 2012 12 വർഷത്തിന് മുമ്പ് ഞാൻ ധനകാര്യ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തൊരു ശുപാർശ, അതായത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ ശമ്പളം, പെൻഷൻ, പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന തുക, പലിശ. അപ്പോൾ ഈ 4 ഘടകങ്ങളിലുള്ള ഈ ചെലവിനത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കാനൊക്കില്ല. അന്ന് ഞങ്ങൾ കൊടുത്ത ഒരു റെക്കമെൻഡേഷൻ ഇപ്പോൾ നടക്കുന്ന 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം അത് 10 വർഷത്തിലേക്ക് ആക്കുക. കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും അന്ന് ആ റിപ്പോർട്ടിനെ കത്തിച്ചു. അന്നത്തെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആ റിപ്പോർട്ടിനെ അംഗീകരിച്ചില്ല. പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കി. 12 വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ചയുടെ അടിസ്ഥാന കാരണവും ഇപ്പോൾ ഈ 2021 നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. അതിൻ്റെ ഒരു കണക്കൂടെ ഞാൻ പറയാം. അതായത് ഈ 2021-22 നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലം ഈ ശമ്പളത്തിൻ്റെ ചിലവ് എത്ര കൂടിയെന്നറിയാം. 2020-21 28,000 കോടിയായിരുന്നത് 2021-22 45,000 കോടിയായി. പെൻഷൻ 18,000 കോടിയായിരുന്നു, ഏതാണ്ട് 26,000 കോടിയായി. അപ്പോൾ ചുരുക്കത്തിൽ 47,795 കോടിയിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഒരു ശമ്പള പരിഷ്കരണം മൂലം 72,812 കോടിയായിട്ട് കൂടി. ഒരു വർഷം അധികമായിട്ട് വർദ്ധിച്ചത് 25,000 കോടിയാണെന്നോ മനസ്സിലാക്കണം. ഈ 25,000 കോടി രൂപ എവിടുന്ന് കണ്ടുപിടിക്കും? നിങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റിൽ ഓരോ വർഷവും അധിക റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ നിങ്ങൾ എടുത്തിട്ടുള്ള ഏതാണ്ട് ഒരു 4,500 കോടി രൂപയേ ഉള്ളൂ. ഓരോ വർഷവും ഒരു 1,000 കോടി രൂപ 750 കോടി രൂപയുടെ അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷന് കാണുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ, അതായത് 25,000 കോടി രൂപയുടെ അഡീഷണലായിട്ടുള്ള വർധന ഒരു വർഷം കൊണ്ടുണ്ടായാൽ അതെങ്ങനെ താങ്ങും? ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, അവരുടെ എല്ലാം ധനകാര്യ സ്ഥിതി ഇതുമൂലം തകരുന്നു എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ 2 പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, ഒന്ന് UDF ഗവൺമെൻറ് നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, LDF സർക്കാർ നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാം. 2008 ആണ് ആദ്യം പറഞ്ഞത് ശമ്പളവും പെൻഷനും 10 വർഷത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മൂലം പറയണം. ഞങ്ങൾ 2012 പറഞ്ഞു. പിന്നെ 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ഇവിടെ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മീഷൻ, അവർ ചെയ്തതെന്താണെന്നറിയാം. 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ കൊടുക്കാൻ ഇവിടെ ധനമില്ല, അതുകൊണ്ട് 10 വർഷത്തേക്കാണ് ഞങ്ങൾ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ശുപാർശ. ആ ശുപാർശ ഇവിടെ 5 വർഷമായിട്ട് നടപ്പിലാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 11ാം ശമ്പള പെൻഷൻ പരിഷ്കരണം ഉണ്ടല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം. ഈ 5 വർഷം കൊണ്ടൊന്നും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ശരിയാവില്ല, ഒരു 7 വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാവുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി പരിശോധിച്ച സമിതികളൊക്കെ തന്നെ, അത് പിന്നീട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ആവട്ടെ അല്ലെങ്കിൽ പേ കമ്മീഷനാവട്ടെ, അവരാരും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ഇന്നത്തെ നിലയ്ക്കുള്ള 5 വർഷത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയാൽ തകരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറായില്ല. അത് തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞാൻ 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷനായിരുന്നപ്പോൾ നടന്ന ഒരു കാര്യം കൂടെ പറയാം. അന്ന് 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ റോൾ എന്താണ്? കേരളത്തിലുള്ള 1,200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ നികുതിയുടെ ഒരു വിഹിതം വിഭജിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതാണ്ട് ഒരു കാര്യം ചെയ്യാം, നേരത്തേക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതത്തിൻ്റെ ഏതാണ്ട് 20% അത്രയെങ്കിലും നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പ് പറയുകയാണ് അത് കൊടുക്കാനൊക്കില്ല. ഞങ്ങളുടെ ഈ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്, അതിൽ ധനകാര്യ വകുപ്പിൽ ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി അയ്യോ അത് കൊടുക്കാനൊക്കില്ല. എന്ത് കൊടുക്കാനൊക്കില്ല?
ഇല്ല, ഞങ്ങളിത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നു. അതുമൂലമുള്ള ഒരു വർഷത്തെ അധിക ബാധ്യത 7,700 കോടി രൂപയാണ്. അപ്പോൾ കമ്മീഷനിലുള്ള ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാലും നോക്കില്ല. കാരണം ഈ ശമ്പള പെൻഷൻ പരിഷ്കരണമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 1,200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ലേ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരുടെ പ്രവർത്തനത്തിന് പണം കൊടുക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അതനുസരിച്ച് ഞങ്ങൾ കൊടുക്കണം. എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതി. അതായത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നു, അതുമൂലം അഡീഷണൽ സാമ്പത്തിക ബാധ്യത ഒരു വർഷം 7,700 കോടി രൂപയാണ്, അതുകൊണ്ട് ഇത്രയും കൊടുക്കാനൊക്കില്ല. ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു അത് നടപ്പിലാക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ശുപാർശയും ആ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശമ്പള പെൻഷൻ പരിഷ്കരണമാണെന്ന് ഞാൻ പറയുന്നു. ഒന്ന് ആലോചിക്കൂ, കേരളത്തിലെ 1,200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ വികസനത്തിനും അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കും കൊടുക്കേണ്ട പണം നോക്കൂ, കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത. അപ്പോൾ ഇതിലൊരു മാറ്റം വരുത്താതെ ഈ കാര്യത്തിൽ ഇവിടെയുള്ള സംസ്ഥാനത്തിൽ അധികാരത്തിൽ നിന്ന് 2 സർക്കാരുകളും ഒരേ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ഈ ധനപ്രതിസന്ധിയുടെ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ കേരളത്തിലെ അധികാരത്തിലിരുന്ന 2 സർക്കാരുകളും ഉത്തരം പറയണമെന്നുള്ളതാണ്.